Before going into this content further, if you're new to this channel, please like, share, and subscribe. Hello students, welcome to this new session on Human Resource Management. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ്, വിച്ച് ഇസ് ദി സെക്കൻഡ് മോഡ്യൂൾ. ദിസ് മോഡ്യൂൾ ഇസ് സ്ലൈറ്റ്ലി ബിഗ്. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റയടിക്ക് ഒരു സിംഗിൾ വീഡിയോ ആക്കാൻ അത് എഡിറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡ്യൂൾ ഞാൻ ഇത്തിരി പാർട്സ് ആയിട്ട് എടുക്കുന്നത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. നൗ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈമറിലി ഇറ്റ് സിംപ്ലി മീൻസ് ദി പ്ലാനിംഗ് എലമെന്റ് ഓഫ് മാനേജ്മെന്റ്. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇറ്റ്സ് എ മാനേജ്മെന്റ് പ്രോസസ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സിന്റെ തന്നെ ഒരു മാനേജ്മെന്റ് ഇൻക്ലൂഡിങ് management process into the activity of human resource. Now ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാനിങ്. ഇവിടെ പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് അനലൈസിങ് ഓർഗനൈസേഷൻസ് വർക്ക് ഫോഴ്സ് നീഡ്സ് ആൻഡ് ചേഞ്ചിങ് ദി കണ്ടീഷൻസ് ആൻഡ് ഡെവലപ്പിംഗ് പേഴ്സണൽ പോളിസീസ് അപ്രോപ്രിയേറ്റ് ടു ദി ലോങ് ടേം എഫക്റ്റീവ്നെസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ബേസിക്കലി നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് പ്ലാനിങ് ആക്ടിവിറ്റി, ട്രൈങ് ടു ഇവാലുവേറ്റ് അല്ലെങ്കിൽ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്, ബ്രേക്കിംഗ് ഡൗൺ ദി എൻറ്റയർ റിക്വയർമെൻറ്റ്സ്, അണ്ടർസ്റ്റാൻഡിങ് ദ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ ബേസിസിൽ പോളിസീസും ഫ്രെയിംവർക്സും ഒക്കെ ചാർട്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പരിപാടി തന്നെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. Manpower, thus it's also known as manpower planning. It is the process by which an organization determines the human resource management needs, issues and develops and implements plans according in order to address them. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് എത്രയായിരിക്കും, അവരുടെ ഇഷ്യൂസ്, പോസിബിൾ ഇഷ്യൂസ് എന്താണ്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പ്ലാനുകൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് എന്ന് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് പ്ലാനിങ് എന്നും പറയുന്നത്. ഓക്കെ, അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് പ്രൈം ആയിട്ടുള്ളത് പ്രൊക്യൂർമെൻറ്റ്. പ്രൊക്യൂർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വയറിങ് ദി ആഡിക്വേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഫോർ പെർഫോമിങ് വേരിയസ് ടാസ്ക്. അതിനകത്ത് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളുണ്ട് പ്രൊക്യൂർമെൻറ്റിൽ. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് പ്രൊക്യൂർമെൻറ്റ് നെസസറി? ബിക്കോസ് യു ഹാവ് ടു ഹയർ ദി റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ, 3 എലമെൻറ്റുകൾ ശ്രദ്ധിക്കണം: റൈറ്റ് പേഴ്സൺ, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. Okay, now like I said, there are 3 important steps in that. First is determining the kind or quality of personnel. എന്ത് തരം ആളെയാണ് നമ്മൾ ഹയർ ചെയ്യേണ്ടത്, ദ കൈൻഡ് ഓഫ് ക്വാളിറ്റി. രണ്ടാമത് ക്വാണ്ടിറ്റി. ഓക്കെ, എത്ര ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, സോ 3 ആസ്പെക്ട്സ് ടു പ്രൊക്യൂർമെൻറ്റ്. എന്താണ്? ഫസ്റ്റ് വൺ ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് ദി കൈൻഡ് ഓർ ക്വാളിറ്റി. ദാറ്റ് അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ജോബ് അനാലിസിസ്. ദെൻ സെക്കൻഡ് ഇസ് ദി ക്വാണ്ടിറ്റി, എത്ര ആൾക്കാർ, എണ്ണം. ദാറ്റ് ഇസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ദ തേർഡ് വൺ ഇസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, നൗ ഈ 3 എലമെൻറ്റ്സും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. സോ വിൽ ഗെറ്റ് ഇൻ ടു ദോസ് വൺ ബൈ വൺ. നൗ ഇനി നമുക്ക് ആദ്യം നോക്കേണ്ടത് ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, നൗ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ജോബ് അനാലിസിസ്. ആ പേര് പോലെ തന്നെയാണ് ജോബ് അനാലിസിസ്, അനലൈസിങ് ദ ജോബ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അനലൈസിങ് ദ ജോബ്. ജോബ് അനാലിസിസ് ഇസ് എ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ ജോബ് to know the nature, characteristics of the people to be employed in the different kinds of job. Job analysis simply means നമ്മൾ ജോബിനെ പഠിക്കുക, ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യുക. ഈ ജോബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, വാട്ട് ഓൾ ആക്ടിവിറ്റീസ്, വാട്ട് ഓൾ ടാസ്ക്. പിന്നെ അത് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, വി ആർ ലുക്കിംഗ് അറ്റ് ദി പീപ്പിൾ പാർട്ട് ഓൾസോ. വി ആർ ലുക്കിംഗ് അറ്റ് ദ പേഴ്സൺസ്. ഈ പറഞ്ഞ ജോബ് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, എന്തൊക്കെ എബിലിറ്റീസ് വേണം, സ്കിൽസ് വേണം. ഓക്കെ, ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ലെറ്റ്സ് ലുക്ക് അറ്റ് ഡെഫിനിഷൻ. ഡെഫിനിഷൻ മുമ്പ് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ദി ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്, നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് ദി പേഴ്സണൽ, എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവണം ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരിൽ if they want to do the job properly. Now, according to Edwin B. Flippo, job analysis is the process of studying and collecting information relating to the operation and responsibilities of a specific job. ഒരു സ്പെസിഫിക് ജോബിൻ്റെ അതിന് കുറച്ച് ഇൻഫർമേഷൻ വേണം. എന്തിനെ കുറിച്ചുള്ളത്? റിഗാർഡിങ് ഓപ്പറേഷൻസ്, റിഗാർഡിങ് റെസ്പോൺസിബിലിറ്റീസ്, ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടണം. അതിൻ്റെ ബേസിസിൽ അവർക്ക് കുറേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഓക്കെ, there's another definition also, but better than that, a third one, Scott Clothier. According to them, job analysis is the process of critically evaluating the operations, duties and responsibilities of the job. Operations,
ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. എന്തെങ്കിലും എന്താ പറയുക ചേഞ്ചസ് ആവശ്യമുള്ള സ്ഥലത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ അനാലിസിസ്, വെൻ ഇറ്റ് കംസ് ടു അനാലിസിസ് വി ആർ ഓൺലി ഒബ്സർവിങ്. ഓക്കെ, ഈ അനാലിസിസ് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. ബട്ട് ഈ അനാലിസിസ്, ദിസ് പർട്ടിക്കുലർ അനാലിസിസ് ആക്ച്വലി പേവ്സ് ദ വേ ഫോർ സർട്ടൻ അതർ തിങ്സ്. ഓക്കെ, നൗ ഈ രണ്ട് ഡെഫിനേഷൻസ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പം കാര്യങ്ങൾ ഓർത്തിരിക്കാനും മനസ്സിലാക്കാനും. Thus, with the above definitions reveal that job analysis is the process of evaluation of operations, duties, responsibilities, work conditions, nature of work, and qualities of personnel, etc. ഓക്കെ, നല്ലൊരു ജോബ് അനാലിസിസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ ഹൈലൈറ്റ് ചെയ്തുള്ള സാധനങ്ങൾ 11 ഉണ്ട്. 10 മെയിനായിട്ട് എടുക്കാം നമുക്ക്. ജോബ് ടൈറ്റിൽ, ആ ജോബിൻ്റെ ടൈറ്റിൽ വേണം. സെക്കൻഡ് വൺ ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ്, വേറെ ഇത് വാട്ട് ഈസ് ദിസ് നോൺ ആസ്, ചിലപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ജോബ് ഒരു ടാലൻറ്റ് അക്വസിഷൻ. ഓക്കെ, ടാലൻറ്റ് അക്വസിഷൻ എന്ന് ഉദ്ദേശിക്കുന്ന HR റിക്രൂട്ടർ എന്നുള്ള ഇത് തന്നെയാണ്. റിക്രൂട്ട്മെൻറ്റ് HR മാനേജർ എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ടാലൻറ്റ് എന്താ പറയുക ടൈറ്റിൽ. അതിന് വേറെ ഓൾട്ടർനേറ്റീവ് പേരുകളൊക്കെ ഉണ്ടാവും. ദെൻ നേച്ചർ ഓഫ് ദ വർക്ക്, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. എക്വിപ്മെൻറ്റ്സ്, ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് യൂസ്ഡ്, ഈ പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽ വേണം, എന്തൊക്കെ ടൂൾസ് വേണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ചില ജോബുകൾക്ക് നിങ്ങൾക്ക് ഇപ്പം ഒരു പ്രോഗ്രാമർ ആണെങ്കിൽ C++ അല്ലെങ്കിൽ വേറെ ജാവ, പൈത്തൺ പോലത്തെ ലാംഗ്വേജസ് നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാം, പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണമെന്നുണ്ടാകും. സോ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ടൂൾസ് ദാറ്റ് യു ഷുഡ് നോ, റിലേഷൻഷിപ്പ് വിത്ത് ഓഫ് വൺ ജോബ് വിത്ത് ദി അതർ. ഈ ഒരു ജോബും ചിലപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കും, അതിനോടുള്ള റിലേഷൻഷിപ്പ്, സുപ്പീരിയർ സബോർഡിനേറ്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ റിക്വയർഡ്, എന്ത് തരം എഡ്യൂക്കേഷൻ. ഇപ്പം ചില ജോബ്സിന് കമ്പ്യൂട്ടർ സയൻസ് നിർബന്ധമാണ്, ചില ജോബ്സിന് മാനേജ്മെൻറ്റ് ഡിഗ്രി വേണം എന്ന് പറയും, ചില ജോബ്സിന് അക്കൗണ്ടിങ് ബേസ്ഡ്, ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒക്കെ ആണെങ്കിൽ CA പഠിക്കണം. നെക്സ്റ്റ് വൺ എക്സ്പീരിയൻസ് റിക്വയർഡ്. ചില ജോബ്സ് യു കാൺ ഗിവ് ഇറ്റ് ടു എ ഫ്രഷർ. ഓക്കെ, കാരണം ഫ്രഷറിന് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അല്ല ചില ജോബ്സ്. ഇറ്റ്സ് ലിറ്റിൽ ടു ക്രിട്ടിക്കൽ. ഇപ്പം ഒരു ജനറൽ ഒരു സർജറി അല്ലെങ്കിൽ ഒരു സർജൻ റിക്വയർസ് എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ഒരു ഫ്രഷറിനെ ഹയർ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ഇഫ് ഇറ്റ്സ് എ ടീച്ചിങ് ഹോസ്പിറ്റൽ, നമ്മളവിടെ എക്സ്പീരിയൻസ് ആയിട്ട് ടീച്ചേഴ്സ് ഉണ്ടാവും. they will guide the inexperienced doctors during surgery. They'll teach them, they'll give them opportunities. അതൊരു ടീച്ചിങ് ഹോസ്പിറ്റലാണ് ഞാൻ അങ്ങനെ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എഫേർട്ട് റിക്വയർഡ്. എന്തൊക്കെ തരത്തിലുള്ള ഫിസിക്കൽ എഫേർട്ട്, ഫിസിക്കൽ ക്വാളിറ്റീസ് എന്തൊക്കെ വേണം. ഓക്കെ, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വിൽ ബി ഇൻവോൾവ്, യു വിൽ ബി റിക്വയർഡ് ടു ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. ദെൻ റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ദെൻ എന്ത് തരം സൂപ്പർവിഷൻ. ഓക്കെ, ചില ജോബ്സിന് തീരെ സൂപ്പർവിഷൻ വേണ്ട, പക്ഷേ ചില ജോബ്സിന് നല്ല ലെവൽ ഓഫ് സൂപ്പർവിഷൻ റിക്വയർ ചെയ്യുന്നു. Okay, so in short, job analysis means gathering information and knowledge about the job and their requirement. Now, another വരുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജോബ് അനാലിസിസിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് ആക്ച്വൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കുറേ ടെക്നീക്സ് ഉണ്ട്. വി ക്യാൻ യൂസ് മെത്തേഡ്സ് ലൈക്ക് ക്വസ്റ്റനേഴ്സ്, ചെക്ക് ലിസ്റ്റ്, ഇൻ്റർവ്യൂസ്, ഒബ്സർവേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇത് ഓരോന്നും നമുക്ക് ഇപ്പോൾ ക്വസ്റ്റനെയർ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്വസ്റ്റനെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബിഫോർ ഹാൻഡ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുക. ഡിപ്പെൻഡ്സ് ഓൺ വൺ തിങ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ you can hand it to the employees and ask them to tick them. Okay, that is one thing. Checklist എന്ന് പറയുന്ന സംഭവം ഉണ്ട്. മേക്കിംഗ് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട് എന്ന് നോക്കുന്നതാണ് ചെക്ക് ലിസ്റ്റ്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് യു ആർ സിറ്റിംഗ് വിത്ത് ദം വൺ ഓൺ വൺ ആൻഡ് ആസ്കിംഗ് ദം, ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് ദം. ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അവരായിട്ടൊരു കോൺവെർസേഷനും ഇല്ല, യു ആർ ജസ്റ്റ് ഒബ്സർവിങ് ദം. ആ ഒബ്സർവേഷൻ്റെ ബേസിസിൽ ട്രൈങ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഇറ്റ് ഇസ്. ദെൻ ലാസ്റ്റ് വൺ പാർട്ടിസിപ്പേഷൻ ആണ്. പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണിയെടുക്കുക. ഓക്കെ, ഒരു പർട്ടിക്കുലർ ജോബ് അനാലിസിസ് ചെയ്യാനായിട്ട് നിങ്ങൾ പണിയെടുക്കുക. ആ പണിയെടുത്തതിൻ്റെ ബേസിസിൽ യു ഗെറ്റ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആസ് ടു വാട്ട് ഓൾ തിങ്സ് കം അണ്ടർ ദിസ് ജോബ്. ഓക്കെ, അപ്പോൾ ഇതിന് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ആർ ജനറലി കളക്റ്റഡ് ഫോർ ദിസ് പർപ്പസ്. ഒന്ന്, ജോബ് ഇൻഫർമേഷൻ, പ്രിവെയിലിംഗ് വർക്കിംഗ് കണ്ടീഷൻസ്, ഫിസിക്കൽ, സോഷ്യൽ, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ജോബ് എല്ലാം തന്നെ നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ,
Now അതിനകത്ത് വരുന്നൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ എൻവയൺമെന്റ്, അതായത് വാട്ട് കൈൻഡ് ഓഫ് എൻവയൺ ഫിസിക്കൽ എൻവയൺമെന്റ് ആസ്പെക്ട്സ് കം ഇൻ അണ്ടർ ദ ജോബ്. ദാറ്റ് ഈസ് ദി ടെമ്പറേച്ചർ, നോയ്സ്, ദ ഡേഞ്ചർ, ദ കംഫർട്ട് ലെവൽ, എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റീസ് റിക്വയർഡ് ആണ്. സെക്കൻഡ് ആണ് ദി ജോബ് ആൻഡ് ദി സോഷ്യൽ എൻവയൺമെന്റ്. ടീമുകളാണോ, ടീം ഓറിയന്റഡ് വർക്കാണോ, ഷിഫ്റ്റുകൾ എങ്ങനെയാണ്, ഐസൊലേറ്റഡ് വർക്കാണോ, എങ്ങനെയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ജോബ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കണ്ടീഷനാണ്. വേജസ്, സാലറി, ബോണസ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. Okay, then that is about the your job information. Second aspect that you're looking is the quality of personnel. Personnel the qualities required by the personnel who perform the job. അതെന്തൊക്കെയാണുള്ളത്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് സ്കിൽ നീഡഡ്. എന്തൊക്കെ സ്കിൽസ് നമ്മൾ നോക്കുന്നുണ്ട്. ചിലപ്പം ഒരു പർട്ടിക്കുലർ IT സ്കിൽ ആയിരിക്കും, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും. സോ ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് ജോബ്. ഓക്കെ, നെക്സ്റ്റ് വൺ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് തരം പേഴ്സണാലിറ്റിയാണ്. ഇസ് ഹി ഏബിൾ ടു വർക്ക് വിത്ത് അതേഴ്സ്, ഇസ് ഹി എ ലീഡർ, ഇസ് ഹി എ ഫോളോവർ, എന്ത് തരം ക്യാരക്ടറാണ്, എന്ത് തരം പേഴ്സണാലിറ്റിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്. നേരത്തെ പറഞ്ഞ പോലെ 1 year എക്സ്പീരിയൻസ്, 2 year എക്സ്പീരിയൻസ്, 3 years എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ ഒരു പെർട്ടിക്കുലർ ജോബിന്. ഇപ്പോൾ 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷേ ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ദിസ് ഏരിയ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് യൂസ് ഇല്ല. ക്ലിയർ? Then professional technical qualifications, degree of intelligence needed for the job. That's fairly straightforward. Then muscular energy, എത്രത്തോളം ആ ഹെൽത്ത് വൈസ് ആയിട്ട് സ്റ്റാമിന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. Then second aspect, അല്ലെങ്കിൽ second process, once you've collected the actual information, second thing that you have to do is preparation of job description. Now simple ആയിട്ട് പറയുകയാണെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് ദി എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ജോബ് അനാലിസിസ്. ഇറ്റ്സ് നത്തിങ് ബട്ട് ദി സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഫോമാറ്റിൽ കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ അനാലിസിസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ നിങ്ങൾ ഒരു റിപ്പോർട്ട് ആക്കി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, it is the statement showing the details of activities of the job prepared. In other words, the result of job analysis is expressed as job description. Okay, then preparation of job specification. Job specification idinte appam prepare cheyyunnunde. It is a statement showing the minimum acceptable qualities required for a person to be placed on a job. It specifies the standards which is used as a measuring tool for measuring the qualities. It is prepared by job analyst after consulting the skills required to perform a job. Basic ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ജോബ് അനാലിസിസ് നടത്തിയതിനു ശേഷം ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നൊരു സാധനമാണ് ഈ പറഞ്ഞിട്ടുള്ള ജോബ് സ്പെസിഫിക്കേഷൻ. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ അതിനകത്തൊരു ബെയർ മിനിമം സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണുന്നുണ്ടാവും, യു ആർ ആസ്കിങ് ഫോർ യുവർ കമ്പനി ഈസ് ഡിസൈഡിങ് ടു ഹയർ സംബഡി, ഹി ഷുഡ് ഹാവ് സോ ആൻഡ് സോ ഫോളോയിങ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സംഭവം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് മാട്രിമോണീസിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചില മാട്രിമോണീസിൽ ചില ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ടാവും. ഇപ്പം ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്, അല്ലെങ്കിൽ ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്, വിൽ സീ ഫ്രം ദ ബ്രൈഡിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ഗൾഫുകാർ താല്പര്യമില്ല, ഗവൺമെൻറ് ജോബ്സ് പ്രിഫേർഡ്, അങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. ദോസ് ആർ സ്പെസിഫിക്കേഷൻസ്, മിനിമം നോട്ട് സ്കിൽസ് പെർ സെ, പക്ഷേ മിനിമം തിങ്സ് ദാറ്റ് ആർ നീഡഡ് ഇഫ് യു വോണ്ട് ടു ബി ആക്സെപ്റ്റഡ് ടു ദ ജോബ്. അറ്റ്ലീസ്റ്റ് 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്, അല്ലെങ്കിൽ 10 years ഓഫ് എക്സ്പീരിയൻസ് ആഫ്റ്റർ റിസർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജോബ് സ്പെസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ റിപ്പോർട്ട് പ്രിപ്പറേഷൻ. After you prepare get your job specification and job description, what we do is we prepare the report. Our report നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മളുടെ സൂപ്പർവൈസേഴ്സിനെ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള കാണിച്ചു കൊടുക്കുന്നു, അവരുടെ സജഷൻസും കമൻസും എന്താണെന്ന് അറിയാനായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് അപ്രൂവൽ ഓഫ് ദി റിപ്പോർട്ട്. അപ്പോൾ ഒറിജിനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് after consulting with the supervisors and the people involved, we make the necessary corrections and submit it to the top executive approval നടത്തി കഴിഞ്ഞാൽ then the whole thing is done. Okay, so these are the steps that is involved. ഇനി നമുക്ക് നോക്കേണ്ടത് യൂസസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് അനാലിസിസ്. എന്തുകൊണ്ടാണ് ജോബ് അനാലിസിസ് is extremely important for us. Okay, we'll look at it one by one. First one എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് പ്രൊവൈഡ്സ് കംപ്ലീറ്റ് നോളജ് ഓഫ് ദി ജോബ്, ക്ലാരിറ്റി ഓഫ് നോളജ്. ഓക്കെ,
ഒരു ജോബിനെ കുറിച്ചുള്ളൊരു ക്ലാരിറ്റി. പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് അറിയാം, ഇങ്ങനൊരു ജോബ് ഉണ്ട്, പക്ഷെ ആ ജോബിനകത്ത് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരു ധാരണയില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം, ഒരാൾക്ക് ചിലപ്പോൾ ഹി മൈറ്റ് ഹാവ് ഹിസ് കോർ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി മൈറ്റ് ബി എക്സ്, പക്ഷേ he's been doing Y, he's been doing Z, he's been doing A, B, അങ്ങനെ കുറേ കാര്യങ്ങൾ ആൾ ചെയ്യുന്നുണ്ടാവും. ബട്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഗിവ് ടൈം. അതുകൊണ്ട് തന്നെ ഇഫ് യു ആസ്ക് ഹിം വാട്ട് ആർ യു ആക്ച്വലി ഡൂയിങ് ഹിയർ എന്ന് പറയുമ്പോൾ ഹീ ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് തിങ്സ്, ബട്ട് ഇസ് ഇറ്റ് ഹിസ് പാർട്ട് ഓഫ് ഹിസ് ജോബ്? നോ, ഇറ്റ് ഇസ് നോട്ട്. പലപ്പോഴും ചില ഫേവേഴ്സ് ആയിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നീട് അതെല്ലാം കൂടി ആളുടെ തലയിൽ വരുന്ന വീഴുന്നതാണ്. ഓക്കെ, ദെൻ it is the first step in the selection technique. It helps to know the requirement. The simple ആയിട്ട് പറഞ്ഞാൽ it helps to know the requirement, the kind of people that is needed in the organization, അല്ലെങ്കിൽ എന്തൊക്കെ വേക്കൻസീസ് ഉണ്ട് എന്ന് അറിയാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. Then it gives a complete picture of the job. നമ്മൾ ചെയ്യാൻ പോകുന്ന ജോബിനെ കുറിച്ചുള്ള ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് തരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. Then it is useful for job evaluation. If you know what is expected, it kind of gives you a standard. ഓക്കെ, ആ സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരാളുടെ പെർഫോമൻസസ് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും വരുന്നൊരു കാര്യം, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഹാവ് എ മെഷറിംഗ് സ്റ്റിക്ക്. ആ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈറ്റ് മെഷർ ചെയ്യണമെങ്കിൽ യു നീഡ് എ റൂളർ, അല്ലേ? ഒരു ടേപ്പ് അല്ലെങ്കിൽ റൂളർ വേണം എത്ര ഹൈറ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട്, റൈറ്റ്? അതേപോലെ തന്നെയാണിത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് ജോബ് ഡിസൈൻ. ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മളൊരു ജോബ് കൺസിഡർ ചെയ്യണമെങ്കിൽ, ടേക്ക് ഒരു എക്സാമ്പിൾ, ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ഓഫ് ഒരു കമ്പനിയുടെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റ്. ഓക്കെ, ആ അസിസ്റ്റൻറ്റ് മാനേജർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഹിസ് ജോബ് നമ്മൾ പറയില്ല ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ. ആളുടെ കീഴിൽ കുറേ ആൾ ചെയ്യേണ്ട കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നൗ ഇസ് ഇറ്റ് ആഡിങ് വാല്യൂ? Okay, is it adding value എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവും. If it's not adding value, then what you have to do is you have to evaluate the entire job itself. അവിടെയാണ് നമ്മൾ ജോബ് ഡിസൈൻ കൺസിഡർ ചെയ്യുന്നത്. Now job design, what we are doing is we are looking at the job and trying to see if it promotes productivity. If it doesn't, you have to edit the job a bit, redesign the job a bit. Clear? Then determine the levels of standard of job performance. എന്തൊക്കെ തരം സ്കില്ലുകൾ, എന്തൊക്കെ തരം നോളജ്, എന്തൊക്കെ തരം ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്ക് റിക്വയർ ചെയ്യുന്നുണ്ട് ഈ ജോബ് നന്നായിട്ട് ചെയ്യാനായിട്ട്. ദെൻ യൂസ്ഫുൾ ഫോർ ജോബ് കമ്പാരിസൺ, ഫെസിലിറ്റേറ്റ്സ് കമ്പാരിസൺ ഓഫ് പ്രസന്റ് ജോബ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പം അസിസ്റ്റന്റ് മാനേജറിൽ നിന്ന് സീനിയർ മാനേജറിലേക്ക് അല്ലെങ്കിൽ മാനേജറിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് അത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഓക്കെ, ആ പറയണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അനാലിസിസ് നടത്തിയിരിക്കണം. ദെൻ യൂസ്ഫുൾ ഫോർ അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള എൻഡ് ഓഫ് ദ ഇയർ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത്. ഓക്കെ, ദെൻ ഹെൽപ്പ് മിനിമൈസ് റിസ്ക്. അൺനെസസറി ആയിട്ടുള്ള റിസ്ക്, ഫിസിക്കൽ റിസ്ക് ആവാം, മെൻ്റൽ റിസ്ക്സ് ആവാം, അതൊക്കെ എന്തൊക്കെയാണെന്ന് നേരത്തെ കൂട്ടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസ്കുകൾ, ഹസാർഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് റിസ്ക് കുറയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസ്ഫുൾ ടു ഫിക്സ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ പറഞ്ഞിട്ടുള്ള ജോബ് അനാലിസിസ്. ക്ലിയർ? നൗ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ജോബ് അനാലിസിസ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ മെത്തേഡ്സ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് ക്വസ്റ്റ്യനെയർ. ഓക്കെ, ക്വസ്റ്റ്യനെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്രിഹെൻസീവ് ലിസ്റ്റ് ഓഫ് നമുക്കറിയാം. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങളുടെ ലൈഫിൽ ഒരു ക്വസ്റ്റ്യനെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് ചിലപ്പോൾ ഇറ്റ് വിൽ ബി ആസ്കിങ് യു ബേസിക് ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് യുവർ നെയിം, യുവർ ജെൻഡർ, യുവർ ഏജ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്ക് എടുക്കുക. ഓക്കെ, ഒരു പീസ് ഓഫ് പേപ്പറിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടിക്ക് വിച്ച് ഇസ് സൂട്ടബിൾ ഫോർ യു, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഐദർ ഓർ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അതിനകത്ത് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ദിൽ ഗിവ് യു എ ലിസ്റ്റ്, യു ഫിൽ ഇറ്റ് അപ്പ്, യു ഗിവ് ഇറ്റ് ബാക്ക്. ഓക്കെ, ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വൺ ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ a long list of task statements are supplied to the work. അതിനകത്ത് അവർ ചെക്ക് മാർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു അറിയാൻ ആഗ്രഹിക്കുന്ന ഇൻഫർമേഷനെ കുറിച്ച് ഒരു ലോഡ് കാര്യങ്ങൾ എഴുതി വെക്കും. ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ എന്തൊക്കെ ടാസ്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ജോബിൽ എന്നറിയാനായിട്ട് ലിസ്റ്റിംഗ് ഔട്ട് ഓൾ ദ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടാസ്ക്, ദെൻ ആസ്കിങ് ദം ടു ടിക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇൻ്റർവ്യൂ. നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് 1-on-1 ചോദ്യവും ഉത്തരം. ഓക്കെ, അതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ഇത് ഈ ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഒരു ബെനിഫിറ്റ് മറ്റേ ക്വസ്റ്റ്യനേഴ്സും ഈ ചെക്ക് ലിസ്റ്റിനേക്കാളും ബെറ്റർ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദർ ഇസ് അനദർ പ്രോബ്ലം വിത്ത് ഇൻ്റർവ്യൂ ഓൾസോ. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്
അപ്പുറത്തിരിക്കുന്ന ആള് ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്നത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്. പക്ഷെ അപ്പുറത്ത് ഇന്റർവ്യൂ എടുക്കുന്നത് വളരെ ലോ കാറ്റഗറിയിലുള്ള ഒരു എംപ്ലോയി ആണെന്ന് വെച്ചോ. ദാറ്റ് എംപ്ലോയി വിൽ ഓൾവേസ് ട്രൈ ടു റെസ്പോണ്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഇസ് പ്ലീസിങ് ഫോർ ദി HR പേഴ്സൺ. അപ്പോൾ പലപ്പോഴും സത്യം ചിലപ്പോൾ അവർ തുറന്നു പറയണമെന്നില്ല. സോ ദർ ഇസ് അനദർ ഫ്ലോ ഇൻ ദാറ്റ്. ഓക്കെ, ദെൻ ഒബ്സർവേഷൻ ഉദ്ദേശിക്കുന്നത് വേറെ. ഒബ്സർവേഷനാണ് പലപ്പോഴും ഏറ്റവും നല്ല മീൻസ് ഓഫ് സ്റ്റഡിയിങ് ദ ജോബ്. ഓക്കെ, നൗ ഒബ്സർവേഷൻ്റെ ഒരു ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയസ് ഓഫ് ദി ഒബ്സർവർ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന ഞാനൊരു കാര്യം ഒബ്സർവ് ചെയ്യുന്നു, വി ജനറലി ഹാവ് ദിസ് ടെൻഡൻസി ടു സീ ഓൺലി വാട്ട് വി പ്രിഫർ. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വെൻ വി തിങ്ക് അബൌട്ട് ഒബ്സർവേഷൻ പലപ്പോഴും അതിനും ആ ഒരു ഫ്ലോ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആസ് എ റിസർച്ചർ ഇഫ് യു ആർ ജനറലി അൺബയസ്ഡ് ടുവേർഡ്സ് തിങ്സ്, യുവർ റിസൾട്ട്സ് ഓഫ് ഒബ്സർവേഷൻ ഇസ് ഫാർ ഗ്രേറ്റർ. ദെൻ പാർട്ടിസിപ്പേഷൻ, ഞാൻ പറഞ്ഞില്ലേ, വർക്കിംഗ് ഇൻ ദാറ്റ്. ഇപ്പം ഞാനാണ് ഒബ്സർവ് ചെയ്യുന്ന ആള്, ഒബ്സർവ് അല്ല, ഞാനാണ് അനലിസ്റ്റ്. അപ്പോൾ ഐ വാണ്ട് ടു നോ അബൌട്ട് ദ ജോബ്. ബെസ്റ്റ് തിങ്, ഡു ദ ജോബ് ഇറ്റ് സെൽഫ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ ടെക്നിക്കൽ കോൺഫറൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് മോർ ഓർ ലെസ് ഇൻഫർമേഷൻ ഇസ് കണക്റ്റഡ് ഫ്രം എക്സ്പേർട്സ് ഡയറക്ട്ലി ഡ്യൂറിങ് കോൺഫറൻസസ് ആൻഡ് അതർ തിങ്സ്. ദെൻ ഡയറി കീപ്പ് ചെയ്യുക. ഡയറി മെത്തേഡ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിനെ കൊണ്ട് തന്നെ ഡയറി കീപ്പ് ചെയ്യിപ്പിക്കുക. ദേ ആർ ആസ്ക്ഡ് ടു ഫിൽ ദെയർ ഡയറീസ് ആഫ്റ്റർ ദെയർ വർക്ക്. ഓക്കെ, പക്ഷേ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി ഓഫ് യു ഈ പറഞ്ഞിട്ടുള്ള എംപ്ലോയീസ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. കോമൺ ആയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കുത്തിയിരുന്ന് ഡയറി ഫിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി ഓഫ് യു വുഡ് എൻജോയ് ഇറ്റ്? യെസ്. ദെൻ റെക്കോർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് HR ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ HR ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സ് മൈറ്റ് നോട്ട് ബി ഭയങ്കര ഒരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ടാവണമെന്നില്ല. വളരെ മിനിമൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ജോബ് അനാലിസിസ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ. Now, job description എന്ന് പറയുന്നത് it is the result of job analysis. It is the descriptive statement. അതിനകത്ത് വരുന്ന descriptive statement defining the purpose, scope of job. It describes the job in terms of location, duties, responsibilities, relationship with other job, what is to be done, how it is to be done, and why. ഓക്കെ, ഇതെല്ലാം തന്നെ അതിനകത്ത് വരുന്നതാണ്. ബേസിക് ആയിട്ട് പറയണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അനാലിസിസിനെ റിട്ടൺ സ്റ്റേറ്റ്മെന്റിലാക്കുന്നത് തന്നെയാണ് നമ്മൾ. അനാലിസിസിനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ. Now let's look at a definition. Edwin B. Filipponde, first and immediate product of job analysis is job description. As the title indicates, this document basically is basically descriptive in nature and constitutes the record of existing and pertinent job fact. ജോബിനെ കുറിച്ചുള്ള ജോബ് അനാലിസിസ് വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ജോബിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ജോബ് ഡിസ്ക്രിപ്ഷനകത്ത്? ഫസ്റ്റ് വൺ, ജോബ് ലൊക്കേഷൻ. പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ചെയ്യുന്നത്. നെയിം ഓഫ് ദ ജോബ്, സമ്മറി ഓഫ് ദ ജോബ്, ആ ജോബിനെ കുറിച്ചുള്ളൊരു സമ്മറി. ഓക്കെ, അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ്, പ്രൈമറി ജോബ്സ് എന്താണ്, മെയിൻ സെക്കൻഡറി ആയിട്ട് പെർഫോം ചെയ്യേണ്ട സബ് ജോബ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ്. തേർഡ് വൺ, ദാറ്റ് ഈസ് ദി ഫോർത്ത് വൺ. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ. എന്താ പറയുക, സൂപ്പർവിഷൻ എത്രത്തോളം വേണം, എത്രത്തോളം ആവശ്യമുണ്ട്, ഭയങ്കരമായിട്ട് എന്താ പറയുക സൂപ്പർവൈസർ ആവശ്യമുള്ള ജോബ്സ് ആണോ ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് എക്വിപ്മെൻറ്റ്, മെറ്റീരിയൽ ആൻഡ് ടൂൾസ് യൂസ്ഡ്. എന്തൊക്കെ തരം മെറ്റീരിയൽസ് വേണം, എന്തൊക്കെ തരം ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റിലേഷൻഷിപ്പ് വിത്ത് അതർ ജോബ്സ്, ബാക്കിയുള്ള ജോബ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, സുപ്പീരിയർ, സബോർഡിനേറ്റ്, കോ വർക്കേഴ്സ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കി. ഓക്കെ, ദെൻ എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഓവറോൾ പർപ്പസ് ഓഫ് ദി ജോബ്. ജോബിൻ്റെ ഓവറോൾ പർപ്പസ് എന്താണെന്നുള്ള ബ്രീഫായിട്ട് കൊടുക്കുക. ദെൻ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസ്, ക്വാളിറ്റീസ്, ജോബ്, മെൻ്റൽ ഫിസിക്കൽ എക്സ്പീരിയൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. പിന്നെ ഫിസിക്കൽ കണ്ടീഷൻസ്, എൻവയൺമെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഏത് എൻവയൺമെൻറ്റിലാണ് അവരിന്ന് വർക്ക് ചെയ്യണേ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ജോബ് ഡിസ്ക്രിപ്ഷനാണ്. സോ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം? ഫസ്റ്റ്ലി, പ്രോപ്പറായിട്ടൊരു ടൈറ്റിൽ ഉണ്ടാവണം, ഏത് ജോബാണ്, എന്തിനെക്കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യണത്. ദെൻ സെക്കൻഡ് തിങ്, ഇറ്റ് മസ്റ്റ് ബി അപ് ടു ഡേറ്റ്. നൗ പ്രോബ്ലം വിത്ത് സർട്ടൻ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഇസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് അപ് ടു ഡേറ്റ്. കാരണം പലപ്പോഴും ജോബ്സ് ഇവോൾവ് ചെയ്യും, റെസ്പോൺസിബിലിറ്റീസ് ഇവോൾവ് ചെയ്യും, അതിനനുസരിച്ചിട്ട് ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് അപ് ടു ഡേറ്റ്. ഓക്കെ,
പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ കൺസേൺ ജോബ് മസ്റ്റ് ബി സ്പെസിഫിക്കലി മെൻഷൻ. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് അനാലിസിസ് പോലത്തെ സാധനങ്ങൾ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നൗ ഇഫ് ദാറ്റ് ക്ലാരിറ്റി ഈസ് നോട്ട് ദെയർ ദെൻ ദർ ഇസ് നോ പർപ്പസ്, ഇറ്റ് ഡിഫീറ്റ്സ് ദ പർപ്പസ്. ഓക്കെ, ദെൻ ഇറ്റ് ഷുഡ് ബി ഡിസ്ക്രിപ്റ്റീവ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ജോബ് സ്പെസിഫിക്കേഷൻ ഇസ് ടു ബി ഇൻഡിക്കേറ്റഡ്. എന്താണ് അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം. ദെൻ ഇറ്റ്സ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ, ലേമൻസ് ടേം. കാരണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോബ് അനലിസ്റ്റ് ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ ആയിരിക്കാം, ആൻഡ് ഇൻ ഹിസ് മൈൻഡ് സർട്ടൺ തിങ്സ് വളരെ ടെക്നിക്കലായിരിക്കാം. പക്ഷേ ഇത് വായിക്കുന്ന ആൾക്കാർ മാനേജ്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ ലേമൻ ആയിരിക്കാം. സോ ബേസ്ഡ് ഓൺ ദാറ്റ് എഴുതുന്ന റിപ്പോർട്ട്, ലൈക്ക് യു നോ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇസ് ബേസിക്കലി എ റിപ്പോർട്ട്. അപ്പോൾ ആ റിപ്പോർട്ട് വളരെ സിമ്പിളായിരിക്കണം, ആൾക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഈച്ച് ജോബ് ഇസ് ഓൾസോ ഗിവൻ. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, ടൂൾസ് നെസസറി, ഓൾ ദോസ് തിങ്സ് എല്ലാതും. ഓക്കെ, ദെൻ ഈച്ച് എംപ്ലോയി ഷുഡ് നോ ദ കണ്ടൻറ്റ് ഓഫ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് കണ്ടൻറ്റ് എംപ്ലോയീസ് അറിഞ്ഞിരിക്കണം. ക്വാളിഫിക്കേഷൻസ് നീഡഡ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസാണ് വേണ്ടത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, now let's look at job specification. Now job description എന്ന് പറയുന്നത്, like we've discussed before, job description കൊണ്ട് ഉദ്ദേശിക്കുന്നത് more or less it's the report or the byproduct of job analysis. Okay, now job specification എന്ന് വെച്ച് കഴിഞ്ഞാൽ job description helps in preparing the specifications for each job. It is considered the product of job analysis. It's a statement which shows the minimum acceptable human qualities necessary to perform a job satisfactorily. Now ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ മാക്സിമം എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് മാക്സിമം, ഇറ്റ്സ് മിനിമം. ഓക്കെ, ഏറ്റവും ബെയർ മിനിമം നമുക്ക് ഇന്നൊരു ജോബിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം. ആ ക്വാളിറ്റീസ് ക്യാൻ ബി ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ബിഹേവിയറൽ, എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ മിനിമം റിക്വയർമെൻറ്റ്സ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IT, ഇമാജിൻ ഒരു പ്രോഗ്രാമറിൻ്റെ ജോബാണ്. ഓക്കെ, ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു മാത്സ് ഗ്രാജുവേറ്റിന് ചിലപ്പോൾ മാത്സിന് ചിലപ്പോൾ ഇഫ് ഹി ഹാസ് ടേക്കൺ കമ്പ്യൂട്ടർ സയൻസ് ഓർ സംതിങ്, അൺലെസ് ആൻഡ് അൺടിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് കോഡ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾക്ക് മാത്രമേ ഈ ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പറയും കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA സ്റ്റുഡൻസിനൊക്കെയാണ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ക്വാളിറ്റീസ്, അതിനെയാണ് നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, ജോബ് സ്പെസിഫിക്കേഷൻ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മിനിമം ആക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് നെസസറി ടു പെർഫോം ദ ജോബ് പ്രോപ്പർലി. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് എ മീൻസ് ഫോർ ഡിസ്ക്രിമിനേറ്റിംഗ് ദി എംപ്ലോയീസ്. പക്ഷേ ഓരോ ജോബ് ചെയ്യാനായിട്ടും ഓരോ സർട്ടൺ സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിന് മെൻഷൻ ചെയ്യുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then daily order and definition ഉണ്ട്, but I think Flippo's definition is much easier അല്ലെങ്കിൽ much better in this scenario. Now look at what all things are revealed in the definition. Definitionൽ റിവീൽ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി സമ്മറി ഓഫ് പേഴ്സണൽ റിക്വയർമെൻറ്റ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഴ്സണൽ റിക്വയർമെൻറ്റ്സ് അല്ല, പേഴ്സണൽ ആൾക്കാർ. ഓക്കെ, എംപ്ലോയീസിന് റിക്വയർ ചെയ്യുന്ന അവരുടെ കയ്യിലുണ്ടാവേണ്ട കുറച്ച് ക്വാളിറ്റീസാണ്. ദെൻ ഇറ്റ് സ്പെസിഫൈസ് ദ ടൈപ്പ് ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു പെർഫോം ദ ജോബ് ഇൻ ടേംസ് ഓഫ് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഏജ്, എക്സെട്ര. ഇറ്റ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ സെലക്ടിങ് ഓർ റിക്രൂട്ടിംഗ് പേഴ്സണൽ. നമ്മൾ ഈ മിനിമം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇഷ്ടംപോലെ കാൻഡിഡേറ്റ്സ് നമുക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യും. പക്ഷേ ആ കാൻഡിഡേറ്റ്സ് എല്ലാവരും തന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ചെയ്യാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. Now let's look at what all things come under job specification. ഒന്ന്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ജോബിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഈ പോലീസിനും പട്ടാളത്തിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ദർ ഇസ് എ സ്പെസിഫിക് ഹൈറ്റ് ആൻഡ് വെയ്റ്റ് സ്പെസിഫിക്കേഷൻസ് ദാറ്റ് ഇസ് നെസസറി. അത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. കാരണം ആ ഫിസിക്ക് വെച്ചിട്ട് ഇറ്റ്സ് എ മോർ ഫിസിക്കൽ ജോബ് ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് ജോബ് യു ഹാവ്. ചില സ്ഥാപനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഹൈറ്റും വെയ്റ്റും ഒരു ഫാക്ടറേ അല്ല, അല്ലേ? ഓഫീസ് ജോബ്സിന് ഈ ഹൈറ്റും വെയ്റ്റും ഒരു ഫാക്ടറേ അല്ല. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് എയർ ഹോസ്റ്റസിന് വളരെ സ്പെസിഫിക് ആയിട്ടൊരു ഈ പറഞ്ഞിട്ടുള്ള അപ്പിയറൻസ് എലമെൻ്റ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, അത്യാവശ്യം ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണെങ്കിലും ആ കാഴ്ചയിലുള്ള അപ്പിയറൻസ് എലമെൻ്റ് ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ സോൾജേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും ഫിസിക് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്, ഹൈറ്റ് വെയ്റ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ,
Second one, psychological features, the kind of mental ability, analytical ability, decision making ability. ഇതൊക്കെ psychological factors ആണ്. Personal characters, behavior, attitude, leadership qualities. ഓക്കെ, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് പ്രൈമായിട്ട് ഉദ്ദേശിക്കുന്നത് ഹൗ റെസ്പോൺസിബിൾ യു ആർ ഇൻ ടേംസ് ഓഫ് മെയിൻറ്റെയിനിങ് ഓഫീസ് റെക്കോർഡ്സ് ഓർ ഈ പറഞ്ഞിട്ടുള്ള ഓഫീസ് എക്വിപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നുണ്ട്. ദെൻ അനദർ content when it comes to job specification is qualification, your educational qualifications, experiences, where special trainings എടുത്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. Now let's look at a small distinction between job specification and job description. Now job description എന്ന് പറയുമ്പോൾ it's more or less a wider terminology. അതിനകത്ത് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോബ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. Job specification is more or less concentrated on the person who performs the job. Okay, ആൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ വേണം. Okay, those things. Now, second distinction എന്ന് പറയുന്നത് preparing a complete and correct job specification is extremely difficult as compared to job description. Job descriptionൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന എല്ലാ സാധനവും അതിനകത്ത് ഇടുന്നുണ്ട് റിപ്പോർട്ടിൽ. ഓക്കെ, റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്നത് വാട്ട് എവർ യു അനലൈസ്ഡ്, വാട്ട് എവർ യു ഫൗണ്ട് ഔട്ട്, യു പുട്ട് ഇറ്റ് ഇൻ ജോബ് ഡിസ്ക്രിപ്ഷൻ. പക്ഷേ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോബിനും എന്താണ് ബെയർ മിനിമം റിക്വയർമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അൺഅവോയ്ഡബിൾ ആണ് എന്ന് തപ്പിയെടുക്കിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ്സ് എ ലിറ്റിൽ മോർ ടഫർ ദാൻ ജോബ് ഡിസ്ക്രിപ്ഷൻ. Then third one എന്ന് പറയുന്നത് job description helps the candidate to understand the requirements of the job. Job specifications helps the management in selecting the right personnel. Job description എന്ന് പറയുന്നത് എംപ്ലോയിക്ക് ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഉപകാരമുള്ളൊരു സാധനമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ ഈ ജോബ് എന്താണെന്നും ഇതിനകത്തുള്ള റിക്വയർമെൻറ്റ്സ് എന്താണെന്നും what are his or her duties and responsibilities and rights, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ബട്ട് ജോബ് സ്പെസിഫിക്കേഷൻ അങ്ങനെയല്ല. ജോബ് സ്പെസിഫിക്കേഷൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ഫോർ ദി എംപ്ലോയീസ്, ഇറ്റ്സ് ഫോർ ദി മാനേജ്മെൻറ്റ് ടു ഹെൽപ്പ് ദം ഇൻ സെലക്ടിങ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഓക്കെ, ദെൻ ലെറ്റ്സ് ലുക്ക് അറ്റ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈൻ ഇസ് അനദർ എലമെൻറ്റ്. ഈ ജോബ് ഡിസൈനിൽ വരുന്ന എന്തൊക്കെയാണ്? ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് അനലൈസിങ് ദ ജോബ് ആസ് സച്ച്. ഓക്കെ, നൗ അക്കോർഡിംഗ് ടു മൈക്കൽ ആംസ്ട്രോങ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു മൈക്കൽ ആംസ്ട്രോങ്, job design is the process of deciding the contents of the job in terms of duties and responsibilities, on the methods to be used in carrying out the job in terms of techniques, systems and procedures, and on the relationships that should exist between the job holder and his superiors, subordinates and colleagues. The main objective of job design is to integrate the needs of the individuals and the requirement of the organization. Now, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡെഫിനേഷൻ ബൈ ഹാർട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഐ എം ജസ്റ്റ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ആസ് സിമ്പിൾ ആസ് പോസിബിൾ. ഈ ജോബ് ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്ന പേരിൽ തന്നെയുണ്ട്, ജോബ് ഡിസൈൻ ചെയ്യുക. ഓക്കെ, നൗ ജോബ് ഡിസൈൻ ഹാസ് ടു ഡു വിത്ത് ഓൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്സ് ഇൻ റീസ്ട്രക്ചറിങ് ഓർ റീവർക്കിംഗ് ദ ജോബ്. കാരണം നമ്മളൊരു ജോബ് അനാലിസിസ് നടത്തി, ജോബ് ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ആൻഡ് വി ഫൗണ്ട് ഔട്ട് ദി ജോബ് സ്പെസിഫിക്കേഷൻസ് നീഡഡ്. നൗ ചില സാഹചര്യങ്ങളിൽ ചില ജോബ്സ് ദാറ്റ് വാസ് ക്രിയേറ്റഡ്, ഓക്കെ, ആ ജോബ് ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ബി ഇൻഎഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ബി എ ലിറ്റിൽ ടു മച്ച്. കുറേ അധികം റെസ്പോൺസിബിലിറ്റീസ് ഒരാളുടെ തലയിലേക്ക് തന്നെ ക്രാമ്പ് ചെയ്ത് ഇടുന്ന പോലെ ആയിരിക്കും. സോ ഒരാൾക്ക് ഇന്ന പോസ്റ്റ് കൊടുക്കുമ്പോൾ ദാറ്റ് പേഴ്സൺ വിൽ ഗോ ക്രേസി. ആൻഡ് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില കമ്പനീസിൽ ഒരു പെർട്ടിക്കുലർ ജോബിന് ഭയങ്കര ടേൺ ഓവറാണ്, ഭയങ്കരമായിട്ട് ആൾക്കാർ എന്താ പറയുക പിരിഞ്ഞു പോകുന്നുണ്ട് അതിനകത്ത്. ലൈക്ക് ഒരു സിനിമ എക്സാമ്പിൾ തരാണെങ്കിൽ, യു സീൻ ദ മൂവി മൈ ബോസ്, റൈറ്റ്? അതിനകത്ത് മമതയുടെ കീഴിലുള്ള സ്റ്റാഫ്, ദറ്റ് സെക്രട്ടറി he keeps on changing, that person keeps on moving. കാരണം എന്താ? ബിക്കോസ് ഷീസ് എ ഹൊറബിൾ ബോസ് ഇൻ ദാറ്റ്. അതിനകത്ത് അങ്ങനെയാണ് പൊർട്രേ ചെയ്തിരിക്കുന്നത്. നൗ പ്രോബ്ലം വിത്ത് ദാറ്റ് ഈസ് ദാറ്റ് ചിലപ്പോൾ ആ ജോബിന് നൗ ടേക്കിംഗ് ദി മൂവി ആസ് എ കണ്ടെക്സ്റ്റ്, one possibility is that person might have been given a lot of responsibilities, a lot of duties. അത് ചിലപ്പോൾ ഫിസിക്കലി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നോട്ട് എവറിബഡി ക്യാൻ ജംഗിൾ, നോട്ട് എവറിബഡി ക്യാൻ മൾട്ടി ടാസ്ക്. അത് ബുദ്ധിമുട്ടാണ് ചിലർക്ക്. സോ റാദർ ദാൻ എന്താ പറയുക, ചിലപ്പോൾ അങ്ങേ എക്സ്ട്രീമിലായിരിക്കും. സോ അങ്ങേ എക്സ്ട്രീമിൽ പോണേക്കാളും നല്ലത് റാദർ ദാൻ ദാറ്റ് ബ്രേക്കിംഗ് ദ ജോബ്സ്, അല്ലെങ്കിൽ വെൻ യു ഡു അനലൈസ് ദ ജോബ് യു ഫൈൻഡ് ഔട്ട് ദാറ്റ് ദിസ് ക്യാൻ ബി ഡൺ ഇൻ എ ഡിഫറെൻറ്റ് വേ. വേണമെങ്കിൽ ഈ ഒരു ഒറ്റ ജോബിനെ 2 ജോബായിട്ടോ 3 ജോബായിട്ടോ നമുക്ക് ബ്രേക്ക് ചെയ്യാം. സോ ഡിസൈൻ ചെയ്യുക, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസൈൻ ചെയ്യുക. ആൻഡ് ഇൻ ഡൂയിങ് സോ യു ആർ ഡിസൈഡിങ് ഓൺ ദ കണ്ടൻറ്റ്സ്. ആ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് നോക്കിയാൽ മതി.
Job design is the process of deciding on the contents of the jobs in terms of duties and responsibilities. ആ duties and responsibilities ഈ ജോബിന് എന്തൊക്കെ ഡ്യൂട്ടീസ് വേണം, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് വേണം, ദെൻ എന്തൊക്കെ രീതിയിൽ നമുക്ക് ദ മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ഇൻ ക്യാരിയിങ് ഔട്ട് ദ ജോബ്, ഈ ജോബ് എങ്ങനെ നമ്മൾ ചെയ്യണം, ഓക്കെ, ഏതൊക്കെ ടെക്നീക്സ് യൂസ് ചെയ്യണം, ഏതൊക്കെ സിസ്റ്റംസ് യൂസ് ചെയ്യണം, ഏതൊക്കെ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യണം, ആൻഡ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് ഷുഡ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ജോബ് ഹോൾഡർ, ഹിസ് സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ് ആൻഡ് കൊളീഗ്സ്. അതായത് അതും കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാണ് ഈ ജോബിൻ്റെ കൊളീഗ്സ്, ഈ ജോബിനോട് ചേർന്നിട്ടുള്ള കൊളീഗ്സ് ആരൊക്കെയാണ്, സുപ്പീരിയേഴ്സ് ആരൊക്കെയാണ്, അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, സബോർഡിനേറ്റ്സ് ആരൊക്കെയാണ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീനെയാണ് ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ജോബിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജോബിനെ ചിലപ്പോൾ റീഡിസൈൻ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു ജോബ് ഡിസൈൻ ചെയ്തെടുക്കുന്നതിനായിരിക്കും നമ്മൾ ജോബ് ഡിസൈൻ എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞെടുക്കുന്നത്. ക്ലിയർ? Now let's look at the steps involved. Job design includes the following 3 steps. First, specification of a task. Second, specification of the method to be used to perform the task. Third, the combination of a task into a specific job, and this job is assigned to each individual. Okay, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഓരോ ടാസ്കും എങ്ങനെയൊക്കെ തീർക്കണം, ദെൻ combining the task into, അല്ലെങ്കിൽ converting the task into a specific job and making sure that job is assigned to some individual. Clear? So these are the 3 steps involved. Now let's look at the factors that affect the job design. First one എന്ന് പറയുന്നത് organizational factors. Second one, environmental factors. Third one, behavioral factors. 3 factors ഉണ്ട്. Okay, let's look at that one by one. Now when it comes to organizational factors, first one എന്ന് പറയുന്നത് ടാസ്ക് ഫീച്ചേഴ്സ് ആണ്. ടാസ്ക് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ a number of tasks are combined together to form a job or a group of jobs. These elements, it includes certain elements. ആ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാസ്ക് ഫീച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം ടാസ്ക്കാണ് ഒരു ജോബിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ജോബിൻ്റെ ഒരാളുടെ ജോബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ടാസ്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലബ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കുറച്ച് എലമെൻറ്റുകളുണ്ട്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് എലമെൻ്റ് ഉണ്ട്. അതൊന്ന് പ്ലാനിങ്. ഓക്കെ, പ്ലാനിങ് എന്ന് പറയുന്നത് ഏതൊക്കെ ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിറ്റർമൈനിങ് ദി ടൈം ആൻഡ് റിസോഴ്സ് റിക്വയർഡ് ഫോർ എ പെർട്ടിക്കുലർ ടാസ്ക്. ഒരു ടാസ്ക് ചെയ്ത് തീർക്കാനായിട്ട് എത്ര ടൈം വേണം, എന്തൊക്കെ റിസോഴ്സ് വേണം. സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് ആ എക്സിക്യൂഷൻ, ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. തേർഡ് പാർട്ട് ഇൻവോൾവ്ഡ് ഇസ് കൺട്രോളിങ്, അതായത് മോണിറ്ററിങ് ദ പെർഫോമൻസ്, അനലൈസിങ് ദി ഡീവിയേഷൻസ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിന് എത്ര ഡീവിയേഷൻസ് വരുന്നുണ്ട്, എങ്ങനെയൊക്കെ അത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ടാസ്ക് ഫീച്ചറിൻ്റെ അടിയിൽ വരുന്ന 3 എലമെൻറ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത്, ഈ സെക്കൻഡ് ഓർഗനൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് വർക്ക്. ഫ്ലോ ഓഫ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ജോബ് ആൻഡ് ദ ബാലൻസ് ബിറ്റ്വീൻ ദ ജോബ്. ഏതൊക്കെ സീക്വൻസ്, ഇപ്പോൾ ജോബിന് നമ്മൾ ജോബ് A, B, C, D, E എന്ന് പറഞ്ഞിട്ട് പല ജോബ്സ് ഉണ്ടാവും. ചിലപ്പോൾ അത് ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, ചിലപ്പോൾ ഒരു ബാങ്കിൽ പോകുമ്പോൾ ആദ്യം ഒരു കൗണ്ടർ 1 ഒരു കാര്യം ചെയ്യണം, പിന്നെ കൗണ്ടർ 2 പോയി കാര്യം ചെയ്യണം. അങ്ങനെ ആയിരിക്കും ഡിഫറെൻറ്റ് കൗണ്ടേഴ്സിൽ കാര്യങ്ങൾ ചെയ്യായിരിക്കും. റൈറ്റ്. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ ഫാക്ടറി ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു പോയിൻറ്റ് A, പിന്നെ പോയിൻറ്റ് B ഉണ്ട്, പോയിൻറ്റ് C. അപ്പോൾ ആ ഫ്ലോ ഓഫ് വർക്ക്, ഓക്കെ, സീക്വൻസ് ഓഫ് ദ ജോബിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് എർഗണോമിക്സ്. എർഗണോമിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർഗണോമിക്സ് ഷേപ്പിംഗ് ജോബ് ടു ഫിറ്റ് ദ ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ സോ ദാറ്റ് ദേ ക്യാൻ പെർഫോം ദ ജോബ്സ് എഫക്റ്റീവ്ലി. See, I kind of find that definition a little odd. Okay, varnalla. So I'm giving you a different definition. It is the study of people's efficiency in their working environment. Simple ആയിട്ട് പറയുകയാണെങ്കിൽ അവരുടെ എഫിഷ്യൻസി, വർക്കിംഗ് എൻവയൺമെൻറ്റിൽ അവരുടെ എഫിഷ്യൻസി സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ എർഗണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എർഗണോമിക്കലി ഡിസൈൻഡ് ചെയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു ചെയർ എർഗണോമിക്കലി ഡിസൈൻഡ് ആണെന്ന് എപ്പോഴാണ് പറയുക? വെൻ ഇറ്റ് ആക്ച്വലി മാക്സിമൈസസ് യുവർ നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ കംഫർട്ടബിൾ ആക്കുക, നമ്മുടെ വേ ഓഫ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിനെയാണ്, ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എർഗണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ്. അനദർ ഡെഫിനിഷൻ ഫോർ എർഗണോമിക്സ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ഓർ അറേഞ്ചിങ് വർക്ക് പ്ലേസ്, പ്രൊഡക്ട്സ് ആൻഡ് സിസ്റ്റംസ് so that they fit the people who use them. Okay, ഞാനിവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. Just read through that. It is the process of designing or arranging workplace, products and systems so that they are
they fit the people who use them. Okay, now these two definitions is an example of അല്ലെങ്കിൽ നല്ലൊരു compared to your definition that is given, it's better. Okay, എർഗണോമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യാം, നമ്മുടെ സീറ്റ്, ചെയർ, പിന്നെ നമ്മുടെ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചില IT കമ്പനികളിൽ കണ്ടിട്ടുണ്ടാവും ട്രെഡ്മിൽ, ചെറിയൊരു സ്ലോ വാക്കിംഗ് ഒരു ട്രെഡ്മില്, അതിൻ്റെ പുറത്ത് കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ഈ പ്രോഗ്രാമേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് കീപ്സ് ഇൻ മൈൻഡ് ദി ഹെൽത്ത് ആസ്പെക്ട് ഓൾസോ. അപ്പോൾ എർഗണോമിക്സ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് തിങ്സ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്ക് പ്രാക്ടീസസ്. ഓക്കെ, വർക്ക് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് പെർഫോമിംഗ് എ ടാസ്ക്. ഇറ്റ് ഷുഡ് ബി കൺസിഡർഡ് വൈൽ ഡിസൈനിങ് എ ജോബ്. എന്തൊക്കെ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ഓരോ സ്ഥലത്തും ഓരോ ഓർഗനൈസേഷനിലും ദേ ഹാവ് എ സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആസ് ടു ഹൗ ദേ വർക്ക്. ഓക്കെ, അപ്പോൾ ഹൗ ദേ വർക്ക് എന്നുള്ളതിന് ഇറ്റ് ഡിഫേഴ്സ്. വർക്ക് പ്രാക്ടീസസ് ഡിഫേഴ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ജോബ് ഡിസൈനിങ് ചെയ്യാനായിട്ട്. ഓക്കെ, വാട്ട് വി ആർ ഡൂയിങ് ഇസ് ലുക്കിംഗ് അറ്റ് ഇസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജോബ് ഡിസൈൻ. കീപ് ദിസ് ഇൻ മൈൻഡ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ദി എൻവയൺമെൻറ്റ് ഫാക്ടർ. എൻവയൺമെൻറ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ഒന്ന് അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റീസ് ഓഫ് ദ വർക്കേഴ്സ്. എബിലിറ്റീസ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് വർക്കർ. എത്രത്തോളം എംപ്ലോയീസിന് നമുക്ക് അവൈലബിൾ ആണ്, അവരുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ്. കൾച്ചറൽ ആൻഡ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻ, അവരുടെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, അവരുടെ റിലീജിയസ് ബിലീഫ്സ്, മാനേജ്മെൻറ്റ് സ്റ്റൈൽസ്, അവർ താല്പര്യമുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബിഹേവിയറൽ ഫാക്ടേഴ്സ്. ഓക്കെ, ബിഹേവിയറൽ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് മസ്റ്റ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് സാറ്റിസ്ഫൈ ദി സോഷ്യൽ സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ദി വർക്കർ. അതിന് മോട്ടിവേഷൻ എനേബിൾഡ് ആയിരിക്കണം, ഒരു പർപ്പസ് ഉണ്ടാവണം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, പെർഫോമൻസ് ഷുഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ജോബ് ഡിസൈൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദോസ് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് വെൻ ഇറ്റ് കംസ് ടു ജോബ് ഡിസൈൻ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ. നൗ ജോബ് ഡിസൈനിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 4 എണ്ണം: ജോബ് റൊട്ടേഷൻ, സിംപ്ലിഫിക്കേഷൻ, എൻലാർജ്മെൻറ്റ്, എൻറിച്ച്മെൻറ്റ്. ഓക്കെ, നൗ റൊട്ടേഷൻ ഏറ്റവും സിമ്പിളായിട്ട് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് one employee from one job to another so that he gets an idea of all the jobs. സിംപ്ലിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുക. എൻലാർജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡിങ് സെയിം ജോബ് തന്നെ, സെയിം കണ്ടൻറ്റ് തന്നെ ഈ പറഞ്ഞ പോലെ അവേഴ്സ് കൂട്ടുന്ന പോലത്തെ പരിപാടിയാണ്. എൻറിച്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവിങ് ചലഞ്ചിങ് ജോബ്സ്. ഓക്കെ, കുറച്ചുകൂടി എൻറിച്ച് ചെയ്യുക, ജോബ് ഇതിന് എൻറിച്ച് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദീസ് തിങ്സ് one by one. Now, job rotation, as I said, it's shifting an employee from one job to another without any change in the nature of the job. ജോബിൻ്റെ നേച്ചർ മാറ്റാണ്ട് ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് മാറ്റി ഇടുന്നതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, എംപ്ലോയീസിന് എല്ലാ കാര്യങ്ങളും പഠിക്കാനും. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറിംഗ് ആവാണ്ടിരിക്കാനും. എല്ലാ ദിവസവും പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ അത്രയും ബോറിംഗ് ആയിരിക്കില്ല. സോ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ഹാവ് ജോയിൻ ദി HR ഡിപ്പാർട്ട്മെൻറ്റ്. ഈ HR എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്, സെലക്ഷൻ ഉണ്ട്, ആ ഇൻ്റർവ്യൂയിങ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻസ് ഉണ്ട്, പേറോൾ ഉണ്ട്, ഈ പറഞ്ഞിട്ടുള്ള കംപ്ലയിൻസ് ഇഷ്യൂ ചെയ്യുന്ന കംപ്ലയിൻറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഈ എക്സിറ്റ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഓർഗനൈസേഷനിൽ പിരിഞ്ഞു പോകുമ്പോൾ നോക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. സോ റാദർ ദാൻ ഫോക്കസിങ് ഓൺ വൺ area, making the employees go through all these things so that they are aware of the jobs. That is one thing. Then job simplification എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക, സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരാളുടെ ഒരു 3, 4, 5 ടാസ്കുകളുണ്ടാകും. ആ ടാസ്കുകൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെടുന്ന ടാസ്കിലേക്ക് മാത്രം ഒതുക്കി ഈ ജോബ് ചെയ്യിപ്പിക്കുക അവരെ കൊണ്ട്. സോ ദാറ്റ് ഇസ് ജോബ് സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, ഒരു രീതി പറയുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ദെൻ ജോബ് എൻലാർജ്മെൻറ്റ്. ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡനിങ് ദ സ്കോപ്പ് ഓഫ് ദ ജോബ്. ഇതിനകത്ത് സിംപ്ലിഫിക്കേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ജോബുകൾ അല്ലെങ്കിൽ ടാസ്ക് അല്ല ആഡ് ചെയ്യുന്നത്. ഒരു നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് കോളേജ് ലെക്ചറർ ഹു വാസ് ടേക്കിംഗ് 14 hours a week മേ ബി ആസ് ടു ടീച്ച് 2 more additional hours. ആളുടെ ജോബ് നേച്ചറിന് വ്യത്യാസം വരുന്നില്ല. ഹീ സ്റ്റിൽ ടീച്ചിങ്, ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 14 hours ഹി ഹാസ് ടു ടേക്ക് മേ ബി 16 or 18 hours. ക്ലിയർ? ഈ ജോബ് എൻലാർജ്മെൻറ്റ് സാധാരണ ഗതിയിൽ എംപ്ലോയീസിന് വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. കാരണം സെയിം ജോബ് തന്നെ കുറേ മണിക്കൂർ എടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവാറില്ല. ദെൻ കംസ് ജോബ് എൻറിച്ച്മെൻറ്റ്. ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇറ്റ് സിംപ്ലി മീൻസ് പ്രൊവൈഡിങ് അല്ലെങ്കിൽ എൻറിച്ചിങ് ദി ജോബ്. ഓക്കെ, കുറേ കൂടി ഫ്രീഡം കൊടുത്തിട്ട്, ജോബിന് കുറേ കൂടി ഓട്ടോണമി കൊടുത്തിട്ട്, കുറേ കൂടി എന്താ പറയുക, യു ഡു ഹൗ യു ലൈക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണ്. ദി എംപ്ലോയി ഈസ് ഗിവൺ കംപ്ലീറ്റ് ഫ്രീഡം ടു പ്ലാൻ ഹിസ് ജോബ്, എക്സിക്യൂട്ട് ഹിസ് ജോബ്. ഓക്കെ, പണി വന്നു കഴിഞ്ഞാൽ
ഏത് ജോബ് എന്ത് തരത്തിലുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈൽ ആണെങ്കിലും കഴുത്തിന് പിടിക്കുന്നത് എംപ്ലോയീൻ്റെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ എംപ്ലോയീസിന് കുറേ കൂടി ഫ്രീഡം ഉണ്ട് ടു ഇവാലുവേറ്റ് തിങ്സ്, ടു ഡൂ തിങ്സ്. അപ്പം സൂപ്പർവിഷനും കുറവാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ജോബിൽ എംപ്ലോയി കുറേ കൂടി ഇൻവെസ്റ്റഡ് ആവും. ഓക്കെ, ജോബ് ഇസ് മെയ്ഡ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ചലഞ്ചിങ് ത്രൂ ജോബ് എൻറിച്ച്മെൻറ്റ്. നൗ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് പെട്ടെന്ന് വായിച്ചു വിടാം. Increases the motivation, performance, job involvement and satisfaction, reduces absenteeism, meets certain psychological needs, more autonomy for the worker. It adds to the status of one's job. Adds to status എന്ന് വെച്ച് കഴിഞ്ഞാൽ that person is given complete freedom. അപ്പോൾ ആളുടെ മനസ്സിൽ തന്നെ ഒരു ഈഗോ ബൂസ്റ്റാണ്. Okay, it helps the organization become more effective, more effective organization. Authority and responsibility is passed to the employees as far as work is entrusted to him. എത്രത്തോളം ജോബ് ഇൻട്രസ്റ്റ് ചെയ്യുന്നു അത്രയധികം അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ആൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ജോബ് എൻറിച്ച്മെൻറ്റ് എൻലാർജ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസസ് നമുക്കൊന്ന് നോക്കാം. എൻലാർജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ജോബിൻ്റെ തന്നെ കുറേ കൂടി വലുതാക്കുക എന്നുള്ളതാണ്. എൻറിച്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഓട്ടോണമി കൊടുക്കുക, അഡീഷണൽ ചലഞ്ചിങ് ടാസ്കുകൾ കൊടുക്കുക. ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലോഡിങ് ഓഫ് ജോബ്. ഹൊറിസോണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് തന്നെ കുറേ കൂടി വൈഡാക്കി ചെയ്യുക. ഈ പറഞ്ഞിട്ടുള്ള ജോബ് എൻറിച്ച്മെൻറ്റ് ഇസ് വെർട്ടിക്കൽ, കുറേ കൂടി അഡീഷണൽ ടാസ്കുകൾ കൊടുക്കുക. ജോബ് എൻലാർജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് തേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ജോബ് എൻലാർജ്മെൻറ്റ് എംപ്ലോയീസ് ആർ ഗിവൻ മോർ വർക്ക് അറ്റ് ദ സെയിം ലെവൽ, whereas in enrichment greater freedom and different levels of jobs. Fourth difference എന്ന് പറയുന്നത് ജോബ് എൻലാർജ്മെൻറ്റ് ഇസ് യൂഷ്വലി റെസിസ്റ്റഡ് ബൈ എംപ്ലോയീസ്, എൻറിച്ച്മെൻറ്റ് മേ നോട്ട് ബി റെസിസ്റ്റഡ്. ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യാം, നിർബന്ധമില്ല. പക്ഷേ സാധാരണഗതിയിൽ എൻറിച്ച്മെൻറ്റ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചലഞ്ച് ആവശ്യമുള്ള എംപ്ലോയീസിനാണ് നമ്മൾ കൊടുക്കാറ്. ദെൻ ജോബ് എൻലാർജ്മെൻറ്റ് ഡസ് നോട്ട് ആഡ് സ്റ്റാറ്റസ് ടു വൺസ് ജോബ്, എൻറിച്ച്മെൻറ്റ് ആഡ്സ് സ്റ്റാറ്റസ്. ഓക്കെ, സോ ഇത്രയുമാണ് ജോബ് എൻലാർജ്മെൻറ്റും എൻറിച്ച്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് നിങ്ങൾ നിങ്ങളുടെ ഈ കമൻറ്റ്സ് ആയിട്ട് ലീവ് ചെയ്യുക. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഗോയ്സ് ത്രൂ ദി കമൻറ്റ്സ്. ഓക്കെ, സോ ലെറ്റ് മീ നോ ഓഫ് എനി ഇഷ്യൂസ് ദാറ്റ് യു ആർ ഫേസിങ്. ഐ വിൽ ട്രൈ ടു റിസോൾവ് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, so thank you for listening. Have a nice day.